ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പൂജ വെക്കാനുള്ള വൈകുന്നേരത്തെ ഒരു തത്രപ്പാടിലാട്ടോ. അപ്പോൾ പൂജ വെക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ രീതികളനുസരിച്ചല്ല പൂജ വെക്കുന്നത്. എപ്പോഴും നിലവിളക്ക് റൂമിൽ കത്തിക്കുമ്പം അവിടെ ഒരു പീഠം ഇട്ട് അതിന് മുകളിലായിട്ട് ഒരു പിന്നെ പട്ട് വിരിച്ച് അങ്ങനെയാണ് നമ്മൾ പുസ്തകമൊക്കെ അടുക്കി പൂവൊക്കെ ഇട്ട് അങ്ങനെയാണ് എല്ലാ വർഷവും ഞങ്ങൾ പൂജ വെക്കാറ്. ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് ഞാൻ 2 പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമഞ്ഞളെന്നല്ല മഞ്ഞൾ വെള്ളം തളിക്കുന്നത് നല്ലതാണെന്ന് കേട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാർത്തിക്കുട്ടി പച്ചമഞ്ഞൾ ഇടിച്ചിട്ട് അത് തളിക്കാനുള്ള ഒരു കൂട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലൊക്കെ കലക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് നമ്മൾ റൂമും എല്ലായിടവും നമ്മൾ തളിക്കും. അങ്ങനെ പൂജാ റൂമിലോട്ടും ഹോളിലും എല്ലാം തളിക്കാൻ പോകട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ കാർത്തിക്കുട്ടി എല്ലായിടവും ഇങ്ങനെ മഞ്ഞൾ വെള്ളം കുടയാണ്. പിന്നെ എൻ്റെ അമ്മമ്മയുടെ ഏറ്റവും വലിയൊരു അധികാര കേന്ദ്രമായ പൂജാ റൂമായത് കേട്ടോ. എൻ്റെ അമ്മമ്മയാണ് വിളക്ക് കത്തിക്കുന്നതുമല്ല. അപ്പോൾ ഇന്ന് കാർത്തിക്കുട്ടിയോട് കത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൂജവെപ്പല്ലേ, ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്ന് കാർത്തിക്കുട്ടിക്ക് അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റും വൈകുന്നേരം എല്ലാം എൻ്റെ അമ്മമ്മയാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. ഇത് അതിനുള്ള പൂക്കളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ കത്തിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ നാമം വയ്ക്കും കേട്ടോ. ടി വിയിൽ എല്ലാ വൈകുന്നേരവും നാമം വെക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നാമമൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക്കുട്ടി പൂവൊക്കെ ആയിട്ട് പൂജാ റൂമിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയമാകുമ്പോൾ എല്ലാവരും പിന്നെ പൂജ വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമെന്നറിയാം. ചില വീടുകളിൽ നേരത്തെ വിളക്ക് കത്തിക്കും. ചിലപ്പം 6:30 സമയമാണ്, 6 തൊട്ട് 7 മണി വരെയാണെന്ന് തോന്നുന്നു പൂജ വയ്ക്കുന്നതിൻ്റെ സമയമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പൂവിനകത്ത് കുറച്ച് മഞ്ഞൾ വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ ഞങ്ങൾ സരസ്വതി ദേവിയുടെ കീർത്തനമൊക്കെ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ കാർത്തിക്കുട്ടി പൂജാ റൂമിലേക്ക് വന്ന് പട്ടൊക്കെ വിരിക്കുകയാണ് പുസ്തകങ്ങളൊക്കെ അടുക്കി വയ്ക്കാനായിട്ട്. പട്ട് വിരിച്ചു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. ഇങ്ങനെ പട്ട് വിരിക്കുമോ? ഇത് നമ്മൾ പട്ട് വിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് നല്ല വൃത്തിയും ശുദ്ധിയോടും കൂടി ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തിക്കുട്ടി വിളക്ക് കത്തിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് 5 തിരിയാണ് ഇട്ട് വിളക്ക് കത്തിക്കുന്നത്. അല്ലെങ്കിൽ 2 തിരിയാണ് ഇടുന്നത്. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും 2 തിരിയാണ് രാവിലെയും വൈകിട്ടും. വിശേഷ ദിവസങ്ങളിൽ 5 തിരി കത്തിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു മന്ത്രമൊക്കെ ചൊല്ലി നന്നായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാർത്തിക്കുട്ടി നാമമൊക്കെ ജപിക്കുകയാണ് പൂജ വെച്ചിട്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.